ഒരച്ഛൻ മകളെ പീഡിപ്പിച്ചു, സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു എന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള എല്ലാ അച്ഛന്മാരും എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അങ്ങനെ നിന്നാണ്. സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും. അത് കാരണം ചിലർക്ക് ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, ഇപ്പോഴല്ല. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഐ എം വെരി വെരി ബാഡ്, മേ ബി ഐ എം ബിറ്റ് വിയേർഡ്, മെൻ്റൽ. അതുപോലെ സിനിമാക്കാർ സീരിയൽ ചെയ്യുന്നവരാണെങ്കിൽ അധികം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. പട്ടിയെയും പൂച്ചേനെയും മൃഗത്തിനെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുന്നത് വേസ്റ്റാന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി മൂവീസ്. ഇറ്റ്സ് മീ അർച്ചന താജ്. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഷെല്ലി കിഷോർ ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ ചേച്ചി ഞാൻ പ്രിയപ്പെട്ടതെന്ന് പറയാൻ കാരണം ഒരു സീരിയലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. എനിക്ക് തോന്നുന്നു ഒരു സീരിയൽ ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു റിസപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബിഗ്ഗാണ് നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൽ നിന്ന് ചേച്ചി ഇപ്പോൾ മദ്രാസ് മാറ്റിനി വരെ എത്തി നിൽക്കുകയാണ്. ചേച്ചിയുടെ ഒരു ജേർണീനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സന്തോഷം. ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് സീരിയലല്ല, സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫിലിമാണ്. പക്ഷെ അത് വെളിച്ചം കണ്ടില്ല. അതിൽ നിന്നാണ് ഞാൻ സീരിയലോട്ട്, അതിൽ നിന്നാണ് എനിക്ക് സീരിയലിലോട്ടുള്ള കോണ്ടാക്ട് കിട്ടുന്നതും. അങ്ങനെയാണ് ഞാൻ സീരിയൽ ചെയ്തതും. ജേർണി ടിൽ മദ്രാസ് മാറ്റിനി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്. സംഭവിച്ചതെല്ലാം ഒരിക്കലും വിചാരിക്കാത്തതാണ്. വരുന്ന റോൾസ് ആയാലും ശരി തന്നെ, ഫിലിംസ് ആയാലും ശരി തന്നെ, കുറച്ചേ വന്നിട്ടുള്ളൂ. പക്ഷെ ആ ചെയ്തതൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം അതിൽ സന്തോഷമാണ്. അതെ, അതായത് ചേച്ചി ചെയ്തിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും ഒരു തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതെ അതെ. നമ്പർ ഓഫ് കൗണ്ട് കുറവാണെങ്കിലും അതെ, ശ്രദ്ധിക്കപ്പെട്ടു. കൗണ്ട് വളരെ കുറവാണ്. പക്ഷേ അതിപ്പം മലയാളം ആയാലും ശരി തന്നെ, തമിഴായാലും തെലുങ്കായാലും ശരി തന്നെ, ചെയ്തതൊക്കെ കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് ചെയ്തത്. ഓക്കെ. അപ്പം മദ്രാസ് മാറ്റിനി എത്തി നിൽക്കുകയാണ്. അതായത് മദ്രാസ് മാറ്റിനി മൂവിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ ഒരു കൺസീവ് ചെയ്തൊരു രീതി എങ്ങനെയായിരുന്നു ചേച്ചി? ഓക്കെ, മദ്രാസ് മാറ്റിനി പറയുമ്പോഴത്തേക്ക് അതൊരു സാധാരണ ഒരു സിനിമാക്കാരുടെ ഒരു മൂവിയല്ല. അത് ബേസിക്കലി സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കുറച്ച് ഗ്രൂപ്പുകാരെടുത്തതാണ്. അപ്പം അതിന് ഡയറക്ടറും റൈറ്ററും ഒരാളാണ്. സാറ് തന്നെയായിരുന്നു പ്രൊഡ്യൂസർ, വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ്. അത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ് മിക്കുള്ളവരും പുതിയ ആൾക്കാരാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ നോക്കിയത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത IT ഫീൽഡിൽ വർക്ക് ചെയ്യണ ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ കഥ നല്ലതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കഥയിലോട്ട് വരുന്നത് തന്നെ. പക്ഷേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊന്നും ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഇവരെങ്ങനെയാണ് ഇതിനെ പുൾ ഓഫ് ചെയ്യാന്നുള്ളതൊരു ഡൗട്ടായിരുന്നു. പക്ഷേ സാറ് എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അസിസ്റ്റൊക്കെ ചെയ്തവരെയും കാട്ടിലും വൃത്തിയായിട്ട് സാറിൻ്റെ പണി ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ആസ് എൻ ആക്ടർ നമ്മൾക്ക് ആക്ടേഴ്സ് ആയാലും അഭിനയിച്ച എല്ലാ ആക്ടേഴ്സിനും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വി ക്യാൻ ഗിവ് വാട്ട് എവർ വി ഫെൽ ടു ഡു ഫോർ ദ ക്യാരക്ടർ. അപ്പോൾ പുള്ളിക്ക് എന്താ വേണ്ടെന്നുള്ളത് പുള്ളി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഇതായിരിക്കും. സ്വഭാവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊരു ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഫ്രീഡവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ കിട്ടുന്ന സിനിമകൾ വളരെ ചുരുക്കമാണ്. ആ രീതിക്ക് ഐ വാസ് സോ ഹാപ്പി. പിന്നെ മാത്രമല്ല ഈ ക്യാരക്ടറിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിൻ്റെ ഹസ്ബൻഡാണ്. അപ്പം ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. അപ്പം അതും ഒരു ലോവർ ഇൻകം ആൾക്കാരുടെ ഒരു ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവർ. ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് പോയി, കുട്ടികൾക്ക് ജോലി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ജോലി നിർത്തി വീട്ടമ്മയായി കംപ്ലീറ്റ്ലി നിൽക്കുന്നു എന്നുള്ള അതിൽ നിന്നൊരു ജനറേഷൻ ഗ്യാപ്പ്. പിന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഇന്നത്തെ കാലത്തെ ഒരു അമ്മ മക്കൾ അച്ഛൻ മക്കൾ ഒരു ബോണ്ടേജ് ഉണ്ടല്ലോ, അതിപ്പോൾ വലുതായിട്ടൊന്നുമില്ല. അത് കൂടുതലും എടുക്കുന്നത് ഫോണും. നമ്മൾ പലപ്പോഴും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. കഴിക്കുമ്പോൾ തന്നെ എല്ലാവരും ഫോണിലൊക്കെ നോക്കിയാണ് കഴിക്കുന്നത്. അപ്പം ആ ഒരു ഗ്യാപ്പ്, ഒരു ജനറേഷൻ ഗ്യാപ്പ്, അതൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ.
ഇപ്പം ഇങ്ങനത്തെ സ്ട്രോങ് ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചേച്ചി എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് ചെയ്യുക? ചേച്ചി ഇപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. ഇമോഷണലി ഡ്രെയിൻഡ് ആവാറുണ്ടോ ചേച്ചി? ആക്ച്വലി ഒരു 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 കഥ നമ്മളെടുത്ത് നറേറ്റ് ചെയ്യുമ്പോൾ, എന്നോട് നറേറ്റ് ചെയ്യുമ്പോൾ എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് റൈറ്ററിനോട് ഡയറക്ടറോട് തന്നെ ചോദിക്കും, ഇവരുടെ വേഷം എന്തായിരിക്കും ഇതിൽ, ഹൗ ഡസ് ഷി ലുക്ക് ലൈക്ക്, എങ്ങനെയായിരിക്കും മുടി കെട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിത് പറയുമ്പോൾ തന്നെ ഇതിങ്ങനെ ഉൾക്കൊള്ളും. അപ്പോൾ ഈ ഒരു പിക്ചർ ഇങ്ങനെ ഒരു സ്കെച്ച് പോലെ ഇങ്ങനെ വരും. ആ ഒരു ലൈൻ പിടിച്ച് അങ്ങ് പോവുക എന്നുള്ളതാണ്. അത് ചിലപ്പം മാറി പോവുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്ററോ ഡയറക്ടറോ നമ്മൾ കാണുമ്പോൾ അതിങ്ങനെയല്ല കുറച്ചുകൂടി ഇങ്ങനെ ആക്കാം എന്ന് അവർ തന്നെ പറഞ്ഞുതരും. പക്ഷേ ആ ഒരു ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പാത്തിലൂടെ അങ്ങ് സഞ്ചരിക്കുക എന്നാണ്. പ്രത്യേകിച്ച് ഇതിനൊരു പ്രിപ്പറേഷൻ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെയാണ് ഞാൻ പോകുന്നത്. ചില നറേഷൻസ് നമുക്ക് കഥ പറയുമ്പോൾ, ചിലത് നറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പം അങ്ങനത്തെ പ്രോജക്ട്സ് ഞാൻ ചെയ്യാറുമില്ല. കാരണം എന്നെക്കൊണ്ട് അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പം നമ്മൾ അതിലോട്ട് പോകത്തില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ ബേസിക്കലി, ഇറ്റ്സ് നോട്ട് പ്രിപ്പറേഷൻ, ഇറ്റ്സ് സംതിങ് വിച്ച് കംസ്. നമുക്കൊരു ഗട്ട് ഫീൽ എന്നൊക്കെ പറയും പോലെ ഒരു സാധനമാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. ചേച്ചി ഭയങ്കര, ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഭയങ്കര കാമൻ കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ. ഇത് ചേച്ചി ജനറലി ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ ആയതാണോ? ഞാൻ കമ്പോസ്റ്റ് ഒക്കെയാണ്, പക്ഷേ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, ഇപ്പോഴല്ല. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഐ എം വെരി വെരി ബാഡ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഐ ഡോണ്ട്, എന്താ പറയുക, പെട്ടെന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ പ്രഷർ കുക്കർ പോലെയാണ്, സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞ് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. പക്ഷെ ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും. അത് കാരണം ചിലർക്കത് ഈർഷ്യയാണ്, ചിലർക്കത് ഓക്കെയാണ്. അല്ലാത്ത പക്ഷം ഐ ബേസിക്കലി ദിസ് നേച്ചർ. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു ജോവിയലാണ്, കുറച്ചും കൂടെ ഒരു ഫണി ഗോ ടൈപ്പാണ്. പക്ഷെ അത് ഒൺലി ടു ദി ഇൻസൈഡ് സർക്കിൾ, അത് നോട്ട് ടു ദി ഔട്ട്സൈഡേഴ്സ്. അങ്ങനെ ഒരു രീതിയാണ് ഞാൻ. ചേച്ചിക്ക് ഇപ്പം സീരിയലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുങ്കുമപ്പൂ ഭയങ്കര ഒരു റിസപ്ഷൻ കിട്ടിയ ഒരു സീരിയലായിരുന്നു. അപ്പം ഈ ഫാൻസിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് ആ ഒരു സമയത്ത് ഇപ്പം ഓഡിയൻസ് റിയൽ ആയിട്ടും ചേച്ചി ശാലിനിയാണെന്ന് വിചാരിച്ച് ട്രീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. കാരണം എൻ്റെയൊക്കെ വീട്ടിലുള്ളവരും എനിക്ക് തോന്നുന്നു ശാലിനി ആയിരുന്നു, അവർക്ക് സീരിയലിലുള്ളവർ അങ്ങനെ തന്നെയാണല്ലോ. എൻ്റെ പേരിനെക്കാട്ടിലും കൂടുതലും ഇപ്പോൾ ആൾക്കാർക്ക് അറിയാവുന്ന ശാലിനിയും പിന്നെ മിന്നൽ മുരളിയിലെ ഉഷയും, ഇത് രണ്ട് പേരിലാണ് എന്നെ അറിയപ്പെടുന്നത്. ബേസിക്കലി അന്നത്തെ ഞാൻ ആ സീരിയലിൽ കൂടെ അല്ല വരുന്നത്. ഐ കെയിം വിത്ത് ചിത്രശലഭം. അന്ന് ഐ തിങ്ക് അതിന് മുന്നേ അമൃത ടി വി പ്രൊഡ്യൂസ് ചെയ്തൊരു, അമൃത ടി വി പ്രൊഡ്യൂസ് ചെയ്തില്ല, അമൃത ടി വിയിൽ വന്ന സീരിയലാണ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് സീരിയലിൽ ഞാൻ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്നതായിരുന്നു കുങ്കുമപ്പൂ. ഈ പറഞ്ഞ പോലെ റീച്ച് കൂടുതലായിരുന്നു അതിൻ്റെ പ്ലാറ്റ്ഫോമും എല്ലാം റീച്ച് കൂടുതലുള്ള. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെയായാലും ശരി തന്നെ പുറം രാജ്യത്തായാലും ശരി തന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു നോട്ടീസ് മീ. എന്നെ അങ്ങനെയാണ് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അപ്പം അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എപ്പോൾ ചെന്നാലും എല്ലാ വീട്ടിലും എനിക്ക് വെൽക്കമിങ് ആണ്, ഒരു സ്വന്തം വീട്ടിലെ കുട്ടി എന്നുള്ള പോലെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്നും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്, ഇവരാണോ അതിലെ വേഷം ആയിരിക്കില്ലല്ലോ ഞാൻ പുറത്തിട്ടിട്ട് പോകുന്നത്. അപ്പം എപ്പോഴും ഒരു കൺഫ്യൂഷൻ. ചിലർ വന്ന് ചോദിക്കും നിങ്ങളാണോ അത് എന്നുള്ളൊരു സംഭവം വന്ന് ചോദിക്കും. ചിലർക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പോകും. ആരും പെട്ടെന്ന് ഇത് ഇന്ന ആളാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാറില്ല. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു നടിയായി കഴിഞ്ഞാൽ നടനായി കഴിഞ്ഞാൽ ഇന്ന രീതിക്കായിരിക്കും പുറത്ത് പോവുക. ഇപ്പം മേക്കപ്പ് ഇട്ട് അവരുടെ ഒരു മൊത്തത്തിലുള്ളൊരു അറ്റയറിൻ്റെ ഒരു സംഭവം, വണ്ടിയിൽ പോവുക. അപ്പോൾ ഇതിന്നൊക്കെ വിട്ടിങ്ങനെ സാധാരണ രീതിയിൽ റോഡിലൂടെ നടന്ന് ബസ്സിന് കയറി പോവുക, ട്രെയിനിൽ കയറി പോവുകയും ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ ഒരു ഭയങ്കര കൺഫ്യൂഷനാണ്. അതുപോലെ ഇരിക്കുന്ന ഒരു കുട്ടി എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയാണ്.
ചേച്ചി അപ്പോൾ ആ ഒരു സമയത്ത് സീരിയൽ ചൂസ് ചെയ്യാൻ കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഡിഫറൻസിയേഷൻ ഉള്ളൊരു സമയമായിരുന്നല്ലോ. ലൈക്ക് സീരിയലിൽ അഭിനയിക്കുന്നവർക്ക് പിന്നെ സിനിമ കിട്ടില്ല, അങ്ങനെയൊക്കെ കുറേ മിസ്കൺസെപ്ഷൻസ് ഉള്ളൊരു കാലഘട്ടത്തിലായിരുന്നു ചേച്ചി സീരിയൽ ചെയ്തത്. അന്ന് ആ സീരിയൽ ചെയ്യാനുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ ആ സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ ക്യാമറമാനാണ് എനിക്ക് ഈ സീരിയലിൻ്റെ പ്രോജക്റ്റിന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ ആക്ച്വലി ദുബായിൽ വർക്ക് ചെയ്യായിരുന്നു. പഠിത്തം ഒരു സെക്ഷൻ കഴിഞ്ഞ് ജോലിക്ക് കയറിയ സമയമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ മിസ്കൺസെപ്ഷനെ കുറിച്ചൊന്നും അറിയില്ല, കാരണം ഞാൻ നാട്ടിലായിരുന്നില്ല. അപ്പോൾ പക്ഷേ എനിക്ക് പൊതുവെ വലിയ വലിയ ഈ ഒത്തിരി എപ്പിസോഡ്സ് ഉള്ള സീരിയലിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഞാനിങ്ങനെ സീരിയൽ വേണ്ട, അത് ഇപ്പോഴൊന്നും തീരില്ല എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ അന്ന് ആ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞ ശരി ഇത് ഇത്ര എപ്പിസോഡേ ഉള്ളൂ. ശങ്കർ മേനക അവരുടെ വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് വരുന്ന ഒരു പ്രോജക്റ്റാണ്, അവരുടെ മകളായിട്ടാണ്, ട്വിൻസ് ആയിട്ടാണ്. അപ്പം അത് എനിക്കൊരു ക്യാച്ചി സംഭവമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് ട്രൈ, ഇത്രയല്ലേ ഉള്ളൂ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അതെനിക്ക് തിരിച്ച് ഓഫീസിൽ കയറാം എന്നുള്ള. അങ്ങനെ ഞാനൊരു മാസത്തെ ലീവ് എടുത്തിട്ട് ഞാൻ വന്നതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതെങ്ങനെ അല്ല എന്നുള്ളത്. പക്ഷേ ദാറ്റ് വാസ് എ നൈസ് വർക്ക് ടു ഡു. അഭിനയം എല്ലാത്തിലും നമ്മൾ ജീവൻ കൊടുക്കുക തന്നെയാണ്. പക്ഷെ അത് ഇപ്പോൾ ഓരോ ഡയറക്ടേഴ്സിനെ ഏത് രീതിക്ക് വേണം, എങ്ങനെ വേണം, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ഇറ്റ് ഈസ് ബീൻ ക്രാഫ്റ്റഡ്. ഒരു ഷോട്ട് എങ്ങനെ ഇരിക്കണം, ഷോട്ട് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ലൈറ്റ്സ്, സിനിമയ്ക്ക് ഉപയോഗിക്കുന്ന ലൈറ്റ്സ് ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. ലൈറ്റ്സ് വിൽ ബി ദ സെയിം, ബട്ട് ദ വേ ഹൗ ദേ ടേക്ക് ടൈം ആൻഡ് ലൈറ്റ് അപ്പ്, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ വലിയൊരു സീരിയൽ ചെയ്യാൻ പാടില്ല, സിനിമ മാത്രം മതി എന്നുള്ളൊരു സംഭവമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പൊതുവെ സീരിയലുകളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് ദി സ്ട്രെച്ച്. പക്ഷെ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുങ്കുമപ്പൂവാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത വലിയ നീളമുള്ള സീൻ. അതിങ്ങനെ നീണ്ടു പോകും എന്നുള്ളതും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഏകദേശം എത്ര നാൾ പോയിട്ടുണ്ട്? അത് 3 വർഷം പോയി. 3 വർഷം, ഐ തിങ്ക് 3 ഷുവർ 3.5. അപ്പം അങ്ങനെ പോയി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സ്ട്രെയിനാണ്. സ്ട്രെയിൻ ഇൻ ദ സെൻസ് യുവർ മൊണോട്ടനസ്, നിങ്ങൾ ഒരേ സാധനം തന്നെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദ പ്രോജക്റ്റ് ആൻഡ് എവറിത്തിങ് വാസ് ഗുഡ്. നമുക്ക് നല്ല പേരും, ഇന്നും ഐ തിങ്ക് ഏറ്റവും എവർഗ്രീൻ ആയിട്ടുള്ള സീരിയലിൻ്റെ പേര് പട്ടിക അത് തന്നെയാണ്. പക്ഷെ അതാണ് ഒരു സംഭവം. പക്ഷെ ഈ പറഞ്ഞ ഈ മിസ്കൺസെപ്ഷൻ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട്. സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ സിനിമയിൽ വരാൻ പറ്റില്ല. അതുപോലെ സിനിമാക്കാർ സീരിയൽ ചെയ്യുന്നവരാണെങ്കിൽ അധികം അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ എൻ്റെ ഐ ഡോണ്ട് നോ, മേ ബി ഞാൻ ഒരു പ്രോജക്റ്റ് ഒരു സീരിയൽ ചെയ്തിട്ട് ഐ ടേക്ക് എ ബ്രേക്ക്, ഓർ മേ ബി ഞാൻ ആ സമയത്ത് കുറച്ച് നല്ല ഏതൊക്കെയോ ഒരു സിനിമകൾ ഇൻ ബിറ്റ്വീൻ എന്നെ വിളിച്ചു. അങ്ങനെയൊക്കെയാണ്. ഞാൻ അതിൽ നിന്ന് എനിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡെലിബറേറ്റ് ചോയ്സ് ഒന്നും ആയിരുന്നില്ല. ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് സച്ച് എ ചാൻസ് എന്ന് വേണം പറയാൻ. ചേച്ചി അപ്പോൾ ഈ പീക്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി ഒരുപാട് ചാൻസസ് സീരിയലിലാണെങ്കിലും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയത്തായിരുന്നു ഒരു ബ്രേക്ക് ചേച്ചി എടുത്ത്. അത് ബോധപൂർവം എടുത്തതാണോ അല്ലെങ്കിൽ? ഞാൻ ബോധപൂർവം എടുത്തതാണ്. പിന്നെ അതിൻ്റെ ഒരു ഫാമിലിക്കും കൂടെ ആവശ്യമായിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ പൊതുവേ ഞാനൊരു പ്രോജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എസ്പെഷ്യലി സീരിയൽ പ്രോജക്ട്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ബോധപൂർവ്വം ഒരു വലിയ ബ്രേക്ക് എടുക്കാറുണ്ട്. ഐ മേ ഗോ ഔട്ട്. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ തിരികെ വരുന്ന ഒരു ടൈപ്പായിരുന്നു. സ്റ്റിൽ അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഗ്യാപ്പ് വന്നത്. പിന്നെ ചിലപ്പം സെയിം സാധനം തന്നെ ചെയ്യാൻ വേണ്ടി വരും, വിച്ച് ഐ ഡോണ്ട് വോണ്ട് ടു ഡു ഇറ്റ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ വലിയ ഗ്യാപ്പ് ആവുന്നത്. കാരണം ആ ഒരു നമ്മളിപ്പം ചിലപ്പോൾ ഒരു ആക്ടിങ് അല്ലെങ്കിൽ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഇങ്ങോട്ട് കിട്ടണം, ക്യാരക്ടേഴ്സ് കിട്ടണം എന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ പലരും എന്നെ ചീത്തയും പറഞ്ഞിട്ടുണ്ട്, നല്ലതും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമയത്തിന് എന്തിനാ വൈ ആർ യു ടേക്കിംഗ് എ ഗ്യാപ്പ് എന്നൊക്കെ ഉള്ളത്. മേ ബി ഐ ആം എ ബിറ്റ് വിയേർഡ് മെന്റൽ. അതുകൊണ്ടൊക്കെയാണ് ഞാനൊരു ഗ്യാപ്പ്. ചേച്ചിയുടെ ഒരു ഡെഫിനിഷൻ ഓഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That's a tough question. എൻ്റെ ഡെഫിനിഷൻ, കാരണം നമുക്കിപ്പോൾ ഒരുപാട് എല്ലാവരും പറയുന്നുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ POV ആയിരിക്കുമല്ലോ. ചേച്ചിയുടെ POV എങ്ങനെയാണ്?
എനിക്കിതിന് പ്രത്യേകിച്ച് POVs ഒന്നുമില്ല. ഐ ആം എ പെറ്റ് ലവർ. പട്ടിയെയും പൂച്ചേനെയും മൃഗത്തിനെയൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കുന്നത് വേസ്റ്റാന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം അതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഒന്നും തിരിച്ച് സംസാരിക്കാത്തത് കൊണ്ട് എന്നൊക്കെ ഒരു പക്ഷക്കാർ പറയും. അതൊന്നും അല്ല. സി there is no expectation. ഇപ്പം നീ എവിടെ പോണു, നീ എന്തിനു ചെയ്യുന്നു, എന്തിനു പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി, അത് പെണ്ണായാലും ശരി തന്നെ ആണായാലും ശരി തന്നെ അത് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ സമയങ്ങൾ വരാറുണ്ട്, സന്ദർഭങ്ങൾ വരാറുണ്ട്, ചോദിക്കുകയും ചെയ്യും. പക്ഷേ വെൻ യു ആക്ച്വലി എന്താ പറയുക, ഒരു പട്ടിയെയോ ഒരു പൂച്ചയോ ഒരു കിളിയോ ഏതെങ്കിലും മൃഗത്തെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയി വന്ന് കഴിയുമ്പോഴത്തേക്ക് rather than questioning us, നമ്മൾ വലിയൊന്നും മിണ്ടായിരിക്കും, എൻ്റെ കൂടെ കുറച്ച് സമയമൊന്നും മിണ്ടാതെ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാവോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഇരിക്കുന്ന ഒരു വിഭാഗമാണ് അവർ. there is no questions, just be with us, just spend time with us. ഇപ്പോൾ ഒരു പട്ടിയാലും ഇപ്പം ഞാൻ എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്, ഇപ്പോൾ ഇവിടെ വന്നു, നാളെ പോകുന്നു. അവരെൻ്റെ അടുത്ത് തിരിച്ച് വരുമ്പോൾ കാണിക്കുന്നത് വെച്ചാൽ ഞാൻ എവിടെയോ വർഷങ്ങളായിട്ട് പോയിട്ട് വന്ന പോലെയാണ് എൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹം. എന്നാൽ അവർക്കൊപ്പം ഒരു 10-15 മിനിറ്റ് ഞാൻ അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ബേർഡൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ, എവറിത്തിങ് ഈസ് സ്ട്രെസ് എല്ലാം ഈസ് ഔട്ട് ആവും. ആൻഡ് വി ആർ നോട്ട് ടോക്കിംഗ് എനിത്തിങ്. ഇറ്റ് ഈസ് ജസ്റ്റ് നമ്മൾ ഹഗ് ചെയ്യും, നമ്മൾ പെറ്റ് ചെയ്യും, ഉമ്മ വെക്കും, തടവും, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആ ടച്ചിങ്ങും അതിനൊരു പ്രത്യേക ഓറയാണ്. സോ ഞാൻ പറഞ്ഞില്ല, സോ there is no POVs. അത് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്കതിന് ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഇറ്റ്. ഇറ്റ്സ് എൻ അൺഎക്സ്പെക്റ്റഡ് തിങ്. എനിക്കിത്ര വേണം, ഇങ്ങനെ ആയിരിക്കണം, എന്നെ വരുമ്പോൾ കാണുക, എനിക്ക് എന്തുകൊണ്ട് ഇത് തന്നില്ല, ഒന്നും ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് പ്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനമാണ്. ആൻഡ് ദാറ്റ് ഇസ് ലവ്. ദാറ്റ് ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ് വിത്ത് ഹ്യൂമൻസ് മച്ച്. ഹ്യൂമൻസ് തിങ്ക് വെരി ഡിഫറെൻ്റ്ലി. ഇതൊക്കെ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ തിരിച്ചറിഞ്ഞോളൂ. ഞാൻ അങ്ങനെ വലിയൊരു പെറ്റ് ലവറൊന്നും ആയിരുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പെറ്റിനെ തൊടത്തൂടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഐ തിങ്ക് ഒരു പെറ്റിനെ കിട്ടിയ ശേഷം ഞാൻ ഐ സ്റ്റാർട്ടഡ് ടു അൺലേൺ സോ മെനി തിങ്സ് ഇൻ മൈ ലൈഫ്. ശരിക്കും ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇപ്പം കണ്ണ് തുറക്കുന്ന പോലത്തെ ഒരു സംഭവം ചേച്ചി പറഞ്ഞത് ശരിയല്ലേ? ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ലവ് എന്ന് പറയുമ്പോൾ any relationship, whether it's human, there is always ഒരു ക്വസ്റ്റ്യൻ, ഒരു സാധനം എപ്പോഴും ഹാങ്സ്. അതിർത്തികൾ എപ്പോഴും ഉണ്ട്. മറ്റത് അങ്ങനെയല്ല. അൺകണ്ടീഷണൽ എന്നൊക്കെ എത്ര പറഞ്ഞാലും അല്ലേ, there is condition. മറ്റേ സ്റ്റാറും കണ്ടീഷനും ഉണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഈ അടുത്ത് ഇപ്പം ഇത് റിലേറ്റഡ് ആയിട്ടൊരു പോസ്റ്റും കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങളൊരു മനുഷ്യൻ സ്നേഹിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളൊരു ഡോഗ് കണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് നിങ്ങൾ റീചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു, എനിക്കൊന്ന് ഇതുമായിട്ട് അത് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. അല്ല, ഇപ്പം തന്നെ നമ്മൾ റീസെൻ്റ്ലി കുറച്ച് തെരുവ് നായ്ക്കൾ മറ്റേ കുട്ടികളെ കടിക്കുന്നു, പേയ് വിഷബാധ. ഇപ്പം എത്രയോ എന്താ പറയുക, എത്രയോ കേസസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോക്സോ കേസസ്. ഇപ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന ഒരച്ഛൻ മകളെ പീഡിപ്പിച്ചു, സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു എന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള എല്ലാ അച്ഛന്മാരും എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അങ്ങനെ നിന്നാണോ? അല്ല. ദ സെയിം റൂൾ അപ്ലൈസ് ടു ദി ആനിമൽസ് ഓൾസോ. അങ്ങനെ പേവിഷബാധ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പട്ടികൾ നമ്മൾ ഭക്ഷണം ഇപ്പോൾ എനിക്കറിയാവുന്ന ട്രിവാൻഡ്രത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതൊരു അസോസിയേഷനാണ്. ആ അസോസിയേഷനിൽ എനിക്കൊന്ന് 10-15 വീടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് വൈകുന്നേരം ഭക്ഷണം വെച്ചു കൊടുക്കുക അവിടുത്തെ പട്ടികൾക്ക്, തെരുവ് നായകൾക്ക്. അവരുടെ ഗേറ്റിൻ്റെ അവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. മഴ പെയ്യാച്ചാൽ ഗേറ്റ് തുറന്നിട്ട് കൊടുക്കും. അവരെല്ലാം കൂടെ ചേർന്ന് ഇതിനെ വാക്സിനേറ്റ് ചെയ്തു, അവരെല്ലാം കൂടെ ചേർന്ന് ഇതിനെ ന്യൂട്രി ചെയ്തു. സോ അതൊരു കമ്മ്യൂണിറ്റി, നമ്മൾ കോ എക്സിസ്റ്റൻസ് ആണ്. മനുഷ്യന് മാത്രമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടെങ്കിൽ, ആൻഡ് അത് നിങ്ങൾക്ക് പേയുമില്ല, പേവിഷമില്ല, അത് ന്യൂട്രഡ് ആണ്, കുട്ടികളെ പെറ്റ് പെരുകുന്നില്ല.
ദേ ആർ ടേക്കൻ കെയർ. ആ പട്ടികൾ ആ കമ്മ്യൂണിറ്റിയെ ഭയങ്കരമായിട്ട് ടേക്കൻ കെയർ. പുറത്തുനിന്ന് ഒരു സ്ട്രേഞ്ചറോ പുറത്തുനിന്ന് ഒരു ആരും വന്നാലും അവർ കുരയ്ക്കും. അവിടെ കുഞ്ഞുങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കാം. വേറെ ആരും പുറത്തുനിന്ന് ഒരു ഇൻട്രൂഡർ ആരും വരുന്നില്ല. സോ അവരത് അവരുടെ കമ്മ്യൂണിറ്റി അവരുടെ വീടായിട്ട് അവരെടുത്തു തരും. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് ആണ്, കോ എക്സിസ്റ്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഇസ്. അതിപ്പോൾ മനുഷ്യന്റെ കേസിലായാലും ശരി, മൃഗങ്ങളുടെ കേസിലായാലും ശരി തന്നെ. ഇപ്പം നമ്മുടെ മദ്രാസ് മാറ്റിനിയിൽ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് മിഡിൽ ക്ലാസ് ഫാമിലീസിന് നോ റൊമാൻസ്, നോ ആക്ഷൻ, നോ എന്താ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, നോ അഡ്വെഞ്ചർ, നോ അഡ്വെഞ്ചേഴ്സ്. അത് തന്നെ 3 സാധനം ഉണ്ട്, ഒരെണ്ണം മറന്നു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും ചേച്ചിക്ക് എന്താ തോന്നണേ ഇപ്പം ആ മൂവിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ? അല്ലെങ്കിൽ ആ സിനിമ തിരിച്ചു പറയുന്നുണ്ട് ഇതൊക്കെ ഇതെല്ലാ ക്രൈറ്റീരിയാസും ഉള്ള തന്നെയാണ് മിഡിൽ ക്ലാസ് ഫാമിലി. പക്ഷെ അത് ഏത് രീതിക്കാണെന്നുള്ളതാണ് അറിഞ്ഞുകൂടാത്തത്. ഇപ്പൊ പണം ഉള്ളവൻ പൈസയും കൊണ്ട് അവൻ ചിലപ്പോൾ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിന് പോകും. അതേസമയം ഒരു പാവപ്പെട്ടവൻ അഡ്വഞ്ചറസ് ട്രിപ്പിന്റെ ഡെഫിനിഷൻ വേറെയാണ്. അതാണ് ആ ഡിഫറൻസ് ആണ് ആ സിനിമ വ്യക്തമാക്കുന്നത്. പലപ്പോഴും ഈ പണം എന്ന് പറയുക, ക്യാഷ് എന്ന് പറയുന്ന ഒരു ബാരിയർ വെച്ചിട്ട് ഈ തരംതിരിവ് വരുന്നുണ്ടല്ലോ മനുഷ്യന്മാർക്കിടയിൽ. അതിനെ ചേച്ചി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം കാസ്റ്റ് പറയാറുണ്ട് സാധാരണ, ബാക്കിയെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ പണം വെച്ചിട്ടുള്ള വേർതിരിവാണെന്ന് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിയിൽ. പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. പണം ഈസ് പവർ, മണി ഈസ് പവർ. ആ പവറിന് എന്നും ഈ എന്താ പറയുക, ഭയങ്കര ക്രെഡിബിലിറ്റിയാണ്. പക്ഷെ യഥാർത്ഥ ക്രെഡിബിലിറ്റി എന്താന്നുള്ളത് അതിൻ്റെ ആഴത്തിൽ ചെല്ലുമ്പോഴേ, ഒരു സംഭവത്തിൻ്റെ ആഴത്തിൽ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എത്രയോ കാര്യങ്ങൾ പണം കൊണ്ട് നേടാൻ കഴിയുന്നുണ്ട്, എന്നാൽ പണം കൊണ്ട് നേടാൻ കഴിയാത്ത കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു അസുഖം വന്നു, നിങ്ങൾക്ക് ശരിക്കും പണമുണ്ട് കൊടുക്കാൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് എവിടെ വേണോ പോയി ചികിത്സിക്കാം. പക്ഷേ ആ ചികിത്സയൊന്നും നിങ്ങളെ ഏൽക്കുന്നില്ല എങ്കിൽ വാട്ട് യു വിൽ ഡു? സോ മണി ഹാസ് പവർ, മണി ഈസ് നീഡഡ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ ലൈഫിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ വരുമ്പോഴത്തേക്ക് അത് വരെ തോറ്റുപോകുന്ന സ്ഥലങ്ങളുണ്ട്. അത് മനുഷ്യൻ തിരിച്ചറിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കഴിവ് മനുഷ്യൻ്റെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ പറയാം. ബാക്കിയുള്ളവരെല്ലാം നമ്മളെല്ലാവരും അതിൻ്റെ പുറകെ തന്നെയാണ് ഓടുന്നത്. മരണം വരെ നമ്മളിങ്ങനെ ഒക്കെ ചിലവിന് കാശ് വേണം, അതിന് കാശ് വേണം, ഇതിന് കാശ് വേണം. ഈ ഓട്ടം മൊത്തം അതിനാണ്. പക്ഷെ നമ്മൾ ബേസിക് നെസസിറ്റി എന്ന് പറയുന്നത് 3 നേരം ഭക്ഷണം കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിലപ്പോൾ ഒന്ന് സ്ലോ ഡൗൺ, നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്ന കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആവും. ഞാൻ മുമ്പൊക്കെ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ സീരിയലൊക്കെ ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് അവിടെ വരെ എത്തുന്നത് വരെയുള്ള അവരുടെ സ്ട്രഗിള്, അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്ക് അവർ ഫുൾ ഫ്രീ ആണ്, അവർക്ക് ഫുൾ ഒരുപാട് പൈസയാണ്, ഇനി അവർക്കൊന്നും നോക്കാനില്ല, അവരുടെ ലൈഫ് ഫുൾ സെറ്റിലാണെന്നാണ് ഞാനൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഇൻഡസ്ട്രിയോട് അടുത്ത് വരുമ്പോഴത്തേക്കും, ആളുകളോട് അടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലാവുന്നത്. ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു അഭിനയം? നമ്മൾ ഈ കാണുന്ന ആർട്ടിസ്റ്റ് ലൈഫ്, ഞാനൊരു BMW EMI എടുത്തിട്ട് EMI അടക്കാൻ പറ്റാണ്ടിരുന്ന് വിയർത്തിട്ട് കാര്യമില്ല. സോ സം പീപ്പിൾ ലൈക്ക് ടു പ്രിറ്റൻഡ്, സം പീപ്പിൾ ലൈക്ക് ടു ഷോ ഓഫ്. അത് ചിലർ പറയും അങ്ങനെ കാണിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെല്ലാവരും മതിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വിച്ച് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. എനിക്ക് അഭിനയം അല്ലാണ്ട് ഞാൻ സ്റ്റിൽ വർക്കിംഗ്. ഞാനൊരു IT ഫേമിലെ കോണ്ടന്റ് റൈറ്ററാണ്. സോ ദാറ്റ് എനിക്ക് 1-ാം തീയതി ആകുമ്പോൾ ശമ്പളം കിട്ടും. ഞാൻ ആരുടെങ്കിലും ഒരാൾക്ക് നിന്ന് എനിക്ക് കടം മേടിക്കണമെങ്കിൽ കടം മേടിച്ചിട്ട് അതെ 1-ാം തീയതി ആകുമ്പോൾ ഞാൻ തരാം എന്നെനിക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. അതേസമയം ഞാൻ വെറും സിനിമ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദർ ഇസ് നോ ഇൻകം സ്റ്റെബിലിറ്റി. ഞാൻ ഈ ഒരു ഫിലിം ചെയ്ത് എനിക്ക് എപ്പോഴാണ് അടുത്ത ഫിലിം വരുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഐ എം നോട്ട് എ പേഴ്സൺ ഹു ഡസ് PR ഫോർ മൈസെൽഫ്. ഐ എം നോട്ട് എ പേഴ്സൺ ഹു ഡസ് മാർക്കറ്റിംഗ് മൈസെൽഫ്. അപ്പം ഇത്തരം മേഖലകളിലോട്ട് ഞാൻ പോകാത്തതുകൊണ്ട് എൻ്റെ വർക്ക് കണ്ട് ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ച് നമ്മൾ എഗ്രിമെൻറ്റും ടേംസും കണ്ടീഷനും ഒക്കെ ഓക്കെ ആണ് എങ്കിൽ എനിക്കൊരു സിനിമ കിട്ടിയാലായി. ദിസ് ഈസ് ഹൗ മൈ പ്രോസസ് ഈസ് വർക്കിംഗ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചിലവെങ്ങനെ പോവും? ഹൗ വിൽ ഐ സർവൈവ്? ഐ ഹാവ് മൈ ചൈൽഡ്, ഐ ഹാവ് മൈ പെറ്റ്സ്, എല്ലാവരും നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രഗിളാണ് ഇൻസൈഡ് ദിസ് ഇൻഡസ്ട്രി, വിച്ച് ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ്. ആൻഡ് ദർ ഇസ് നോ ഇൻകം സ്റ്റെബിലിറ്റി.
അതൊക്കെ മേ ബി നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് സിനിമകൾ ഒത്തിരി വരുന്നവരാണ് എങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ പാടി തന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്.